ഹലോ, വെൽക്കം ടു സ്വിസ് മലയാളി യൂട്യൂബ് ചാനൽ. സ്വിറ്റ്സർലാൻഡ് എന്ന മനോഹരമായ രാജ്യത്തെക്കുറിച്ച് അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഇവിടെ എനിക്ക് തോന്നിയ നല്ലതും ചീത്തയുമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. യൂറോപ്പിലെ 29 ഷെങ്കൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. അതിനാൽ തന്നെ സ്വിറ്റ്സർലാൻഡ് വിസ ഓർ റെസിഡൻസ് പെർമിറ്റ് കയ്യിലുള്ളവർക്ക് ഈ 29 രാജ്യങ്ങളിലും ബോർഡർ ഇല്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ വിസ കയ്യിലുള്ളവർക്ക് അല്ലെങ്കിൽ വിസ ഓർ റെസിഡൻസ് പെർമിറ്റ് കയ്യിലുള്ളവർക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. യൂറോപ്പിൻ്റെ വെസ്റ്റ് സെൻട്രൽ റീജിയനിലാണ് സ്വിറ്റ്സർലാൻഡ് ഉൾപ്പെടുന്നത്. സ്വിറ്റ്സർലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ പ്രധാനമായും ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഓസ്ട്രിയ, ലിക്കൻസ്റ്റൈൻ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് പ്രധാനമായും സ്വിറ്റ്സർലാൻഡ് അതിർത്തി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഷെങ്കൻ കൺട്രി ആണെങ്കിലും സ്വിറ്റ്സർലാൻഡിന് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ കറൻസി സ്വിസ് ഫ്രാങ്ക് ആണ്. യൂറോ പോലെ തന്നെ വളരെയധികം മൂല്യമേറിയ ഒരു കറൻസി തന്നെയാണ് സ്വിസ് ഫ്രാങ്ക്. ഇവിടുത്തെ എക്സ്പെൻസും മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് കേട്ടോ. അതായത് ഇപ്പോൾ റെൻ്റ് ആണെങ്കിലും ഗ്രോസറീസ് ആണെങ്കിലും അതർ യൂട്ടിലിറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണെങ്കിലും എല്ലാം മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. അതുപോലെ എക്സ്പെൻസുകളെല്ലാം കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ പേ സ്കെയിലും കമ്പാരിറ്റീവ്ലി വളരെയധികം കൂടുതലാണ്. അത് ഇവിടുത്തെ പൗരന്മാർക്കാണെങ്കിലും പുറത്തു നിന്ന് വന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന നോൺ യൂറോപ്യൻസിനാണെങ്കിലും ഒരേ രീതിയിലാണ് ഇവിടെ സാലറി സ്കെയിൽ വരുന്നത്. ഈ ഷെങ്കൻ ഏരിയകളിലെ മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് ഇവിടേക്കുള്ള എൻട്രി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവിടുത്തുകാർക്കും അതുപോലെ തന്നെ യൂറോപ്യൻസിനുമാണ്. നോൺ യൂറോപ്യൻസിന് ജോബ് അത്രയധികം ഇവർ എൻ്റർടൈൻ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റുള്ള പല രാജ്യക്കാരും ഇവിടെ ഉണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന യൂറോപ്യൻസ് അല്ലാത്ത പല രാജ്യക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുമുണ്ട്. പക്ഷെ ഒരു ജോബ് മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നോൺ യൂറോപ്യൻസിനെ എടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചും സംസാരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഇവിടുത്തെ ആളുകൾക്ക് ചിലപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ടോ തോന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അഡ്വാൻറ്റേജസിലോട്ട് കിടക്കാം. പ്രധാനമായും എനിക്ക് തോന്നിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇവിടുത്തെ ആളുകൾക്കാണെങ്കിലും അവരുടെ ജീവിത രീതിക്കാണെങ്കിലും ഒരു മിഡിൽ ക്ലാസ്സിന് മേലെയുള്ള ആളുകളാണ് ഭൂരിഭാഗം ആളുകളും ഇവിടെയുള്ളത്. ഞാൻ താമസിക്കുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ സൂറിക്കിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം കണ്ടതിൽ വെച്ച് ഒരു മിഡിൽ ക്ലാസ്സിന് മേലെയില്ലാത്ത ആളുകളെ നമുക്കിവിടെ കാണാനോ സംസാരിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ഞാനിപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ വണ്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്സ് ആണെങ്കിലും ഇവിടുത്തെ ഷോപ്സ് നമുക്ക് വിസിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള ഒരു സ്ഥലത്തും നമുക്ക് എന്താ പറയുക ഒരു മിനിമം സ്റ്റാൻഡേർഡ് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. നമുക്കതിനുള്ള റെമ്യൂണറേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്ക് റെമ്യൂണറേഷൻ കൂടുതലാണ്, എക്സ്പെൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഈവൻ ഇവിടുത്തെ ഫുഡ്സിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഗുഡ്സ് ആണെങ്കിലും എന്ത് ഗുഡ്സും എന്ത് സർവീസിനും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. അതാണ് എനിക്ക് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. അതായത് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളോ അല്ലെങ്കിൽ സ്ട്രൈക്കുകളോ അതുപോലെ തന്നെ ഒരു ടെററിസ്റ്റ് അറ്റാക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ വളരെ വിരളമായിട്ടാണ്.
കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ നാടുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തെ കാര്യമാണ് പറയാൻ കേട്ടോ. അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസ്, UK, ഇതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിങ്ങൾ നോക്കി ക്രൈം റേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ രാജ്യങ്ങളിലെ ക്രൈം റേറ്റ് നമ്മുടെ ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കണ്ട. ഇന്ത്യയിൽ പൊതുവെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ ഈ പറയുന്ന റേറ്റുകൾ കൂടുതലായിട്ട് നിൽക്കും. അതുപോലെ പക്ഷേ കമ്പാരിറ്റീവ്ലി ജനസംഖ്യ കുറവുള്ള യൂറോപ്യൻ കൺട്രീസിലും ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ് അവിടെ. ടെററിസ്റ്റ് അറ്റാക്കുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന റോബറീസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ രാജ്യങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത കൺട്രിയാണ് ഫ്രാൻസ്. ഫ്രാൻസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഇങ്ങനത്തെ റോബറീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ യൂട്യൂബ് വ്ളോഗ്സിലും നമുക്കത് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ ആ കാര്യങ്ങളെ അപേക്ഷിച്ച് വളരെയധികം സെക്യൂർഡ് ആണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ് ഇവിടെ പുറത്തു നിന്ന് അനാവശ്യമായ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഇപ്പം ഇതൊരു ടൗൺ ഏരിയയാണ്, അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, എന്നിട്ട് പോലും താഴെ റോഡുണ്ട്. വണ്ടികളൊന്നും അനാവശ്യമായി ഹോൺ മുഴക്കുക അങ്ങനത്തെ യാതൊരുവിധ ബഹളങ്ങളോ ഇവിടെ ഇല്ല. നമ്മൾ ബഹളം വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. സോ അവർ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അങ്ങനെ ശാന്തമായ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു രാജ്യമാണ്, പീസ്ഫുള്ളാണ് ഈ രാജ്യം. ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ക്ലീൻ എൻവയോൺമെൻറ്റ്. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്ന കാര്യം പക്ക സിസ്റ്റമാറ്റിക് ആണ്. അതിന് ഗവൺമെൻറ് തന്നെ അതിന് വേണ്ട സിസ്റ്റംസ് എല്ലാം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ കയ്യിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മാനേജ് ചെയ്യാനും എല്ലാറ്റിനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. വളരെ കൃത്യമായ രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പുറത്ത് എവിടെയും ഒരു തരത്തിലുള്ള വേസ്റ്റുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ റെയറായി മാത്രം വല്ലപ്പോഴും, പൂർണ്ണമായി ഇല്ലാതല്ല, വളരെ ലൈറ്റായിട്ട് കാണാൻ സാധിക്കും. മറ്റ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് കേട്ടോ പറയുന്നത്. പൂർണ്ണമായും ഇല്ല എന്നുള്ളതല്ല, കാരണം എല്ലാ സ്ഥലത്തും ഒരു പെർസെൻറ്റേജ് ആളുകൾ ഈ പറയുന്ന പോലെ ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾ ചെയ്യുന്ന ചില പ്രശ്നങ്ങളല്ലാതെ വേറെ ബാക്കിയുള്ള 99% ആളുകളും ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് പറയുന്ന രീതിയിലാണ് ഇവിടുത്തെ വേസ്റ്റുകളും അതിൻ്റെ വേസ്റ്റുകൾ മാനേജ്മെൻറ്റ് ചെയ്യുന്ന രീതി ഫോളോ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ പക്കാ ക്ലീനാണ്. ആവശ്യമില്ലാത്ത യാതൊരു തരത്തിലുള്ള സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നും എവിടെയുമില്ല. ഞാനിപ്പോൾ ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചു, എവിടെയും നമുക്കത് ഇപ്പം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുമ്പോൾ പോലും അതെല്ലാം വളരെ ക്ലീനാണ്. അതുപോലെ പബ്ലിക് സ്പേസുകളിൽ പോകുമ്പോഴും ഒരുപാട് ആളുകൾ ഇവിടെ ഈവനിങ്സ് ഗാദർ ചെയ്യുന്ന സ്പേസുകളുണ്ട്. ഈവൻ സൂറിക് ടൗണിലാണെങ്കിൽ പോലും അവിടെ എല്ലാം പക്ക ക്ലീനാണ്. അതൊരു മറ്റൊരു പ്രത്യേകതയാണ് ഈ നാടിൻ്റെ. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇങ്ങനെയാണെന്നൊക്കെ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ പല വീഡിയോസിലും മറ്റും കണ്ടതനുസരിച്ച് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇങ്ങനെയല്ല. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് വളരെയധികം ക്ലീനാണ്. ക്ലീൻ സിറ്റികളാണ് ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെതറാണ്. അതായത് ഇവിടുത്തെ മൗണ്ടൻ ഏരിയകളും ഉണ്ട്. അതായത് ഇപ്പോൾ ആൽപ്സിൻ്റെ നിയറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ താഴ്വാരം അങ്ങനെയുള്ള ഏരിയകളിൽ വെതറൊക്കെ എക്സ്ട്രീം ലെവലാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പം നമ്മളൊക്കെ താമസിക്കുന്ന സൂറിക്ക്, അതുപോലെ തന്നെ ജനീവ, ഇങ്ങനത്തെ എല്ലാ പ്രധാനപ്പെട്ട ടൗണുകളെല്ലാം ഒരുവിധം വെതർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെതർ കണ്ടീഷനിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സൂറിക്കിലെ വെതർ മാക്സിമം ഞാൻ വന്നതിന് ശേഷം മാക്സിമം -5, -4 ഈ ലെവലിലോട്ടാണ് മാക്സിമം താഴെ പോയിട്ടുള്ളൂ. അതൊരു നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നൊരു വെതറല്ല. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഒരുവിധം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു വെതറാണ്. മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിക്കുമ്പോൾ അവിടെ -10 വരെയും -15 വരെയൊക്കെ പോകുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ പല ഏരിയകളിൽ അങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ കണ്ട മെയിൻ സ്ഥലങ്ങളിലൊന്നും അത്രയും ഒരു വെതർ എക്സ്ട്രീം ലെവലിലോട്ട് പോകാറില്ല, കാണാറില്ല. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്നോഫോൾസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഒരു ദിവസം മാക്സിമം 2 ദിവസമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു സ്നോഫോൾ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്നോഫോൾ ചെയ്ത് കിടക്കലും അങ്ങനത്തെ ഇഷ്യൂസൊന്നും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. അതും ഒരു നല്ല കാര്യമായി തോന്നി. അതുപോലെ തന്നെ ഇവിടുത്തെ ബ്യൂട്ടി അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കാണാൻ വളരെ മനോഹരമായ സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക് പ്ലേസുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയും ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എവിടെ നോക്കിയാലും വളരെ നയനമനോഹരമായ കാഴ്ചകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് എല്ലാ സ്ഥലത്തും. അത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്കറിയാം, സ്വിറ്റ്സർലാൻഡ് എന്നൊരു മെയിൻ ട്രാവൽ ഡെസ്റ്റിനേഷൻ കൂടിയാണ്. സോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. സോ അപ്പോൾ ആ ഒരു ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഗവൺമെൻറ് പോലും അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതും ഇവിടുത്തെ ഒരു വലിയൊരു അട്രാക്ഷനാണ്, അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു അഡ്വാൻറ്റേജ് പേ സ്കെയിലാണ്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് ഇവിടെ പേ സ്കെയിൽ വളരെ ഹൈ ആണ്. ചിലവുള്ള സ്ഥലമാണ്, എന്നിരുന്നാലും പേ സ്കെയിൽ വളരെ ഹൈ ലെവലിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതൊരു മിനിമം വർക്കർക്കും മിനിമം ഒരു 4,000 മന്ത്ലി സാലറി ഇവിടെ കിട്ടുന്നുണ്ട്. 4,000 സ്വിസ് ഫ്രാങ്കാണ് ഞാൻ പറഞ്ഞത്. അതിവിടെ ആവറേജ് സാലറി കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതും ഒരു ബെറ്റർ പാക്കേജാണ്, ബെറ്റർ സാലറിയാണ്. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് നമ്മളിപ്പോൾ ഒരു ടാക്സി എടുത്ത് പോകുന്നതിനെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ അതിൻ്റെ ഒരു എഫിഷ്യൻസി വളരെ കൂടുതലാണ്. കൃത്യമായ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് നമുക്ക് കൃത്യമായി നമുക്കത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കി ഇറങ്ങി കഴിഞ്ഞാൽ കൃത്യസമയത്ത് നമ്മൾ എത്തേണ്ടവർക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കൃത്യസമയത്ത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെയിനാണെങ്കിലും ട്രാം ആണെങ്കിലും നമുക്ക് മിസ്സാവുകയും ചെയ്യും. കാരണം എല്ലാം ഓൺ ടൈമാണ്. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇത്രയും ഓൺ ടൈമിൽ പോകുന്ന ഒരു ട്രാവൽ സിസ്റ്റം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ 1-2-3 രാജ്യങ്ങളിൽ ഇതിന് മുന്നേ സഞ്ചരിച്ചിട്ടുണ്ട്, എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇവിടെ ആ ഒരു കാര്യം ഭയങ്കര ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ച് സംസാരിക്കാം. ഒരു രാജ്യത്തിന് അഡ്വാൻറ്റേജ് മാത്രമല്ലല്ലോ, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും. ഇത്രയും നല്ല ഗുണങ്ങളുള്ളപ്പോൾ കുറേയധികം മോശമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഈ രാജ്യത്തുള്ളവർക്ക് അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തോളണമെന്നില്ല. പക്ഷെ നമ്മളെപ്പോലെ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന പലതരത്തിലുള്ള കുറവുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. എത്ര കിട്ടിയാലും നമുക്ക് നല്ല രീതിയിൽ ചിലവുണ്ട്. ഇപ്പോൾ ഇവൻ ഞാൻ പറഞ്ഞല്ലോ, റെൻ്റ് ആണെങ്കിലും ഗ്രോസറീസ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് വരെ നല്ല എക്സ്പെൻസാണ്. സോ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി മുഴുവൻ നമ്മുടെ ചിലവിലോട്ട് മാറ്റി വയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മുടെ ഏണിങ്സ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ വരുന്നത് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നത് ടാക്സ് റേറ്റ് ആണ്. ഭയങ്കര ടാക്സ് റേറ്റ് ആണ്. പേഴ്സൻറ്റേജ് എനിക്ക് എക്സാക്ട്ലി അറിയില്ലെങ്കിലും ടാക്സ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒരു 1 മന്ത് നമ്മുടെ സാലറി തന്നെ നമുക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. ഒരു മാസം സാലറി ഒരാൾക്ക് കിട്ടുന്നത് തന്നെ ടാക്സ് ആയിട്ട് നമുക്ക് ഒരു കൊല്ലം നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു റേറ്റാണ്. പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റിൽ നമ്മൾ കൊടുക്കണം. പിന്നെയും അത് കൂടാതെ മറ്റ് പലതരത്തിലുള്ള ടാക്സസും ഗവൺമെൻറ് നമ്മുടെ നിന്ന് വാങ്ങുന്നുണ്ട്. ശരിയാണ്, ടാക്സ് നമുക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ടാക്സ് നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും പേ ചെയ്തോളണം, അത് നിർബന്ധമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യക്ക് പുറത്ത് മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ടാക്സ് വാങ്ങുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ ഇവിടെ നല്ല രീതിയിലുണ്ട് ടാക്സ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് മെഡിക്കൽ സിസ്റ്റം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെ കാണാനും നമുക്ക് കൺസൾട്ടേഷനും കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പോയി രജിസ്റ്റർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് നമ്മൾ കാത്തിരിക്കണം നമുക്കത് കിട്ടുമോ ഇല്ലയെന്ന് അറിയാൻ. അതുപോലെ തന്നെ ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് നമ്മളിപ്പോൾ വിളിച്ച് പറഞ്ഞാലും എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാനോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് ഏത് സമയത്ത് എപ്പോൾ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ സാധിക്കില്ല. ഈവൻ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഡോക്ടേഴ്സിനെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം എമർജൻസി സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് നമുക്ക് ഇവിടെ കിട്ടും. അതൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ലാംഗ്വേജ് ആണ്.
സ്വിറ്റ്സർലാൻഡിന് ഒഫീഷ്യലായിട്ട് ഒരു ലാംഗ്വേജ് ഇല്ല. ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രധാനമായും 3 ലാംഗ്വേജസ് ആണ്. ഒന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ജർമ്മനാണ്. പിന്നെ ഇവിടെ ഫ്രഞ്ച് ഉപയോഗിക്കുന്നുണ്ട് ചില ഏരിയകളിൽ. അതുപോലെ തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ട് ജർമ്മനാണ്. ഫ്രഞ്ചും ഇറ്റാലിയനും അതിനും പാരലായിട്ട് പല റീജിയണിൽ, സ്വിറ്റ്സർലാൻഡിൽ പല റീജിയണിൽ ഈ ലാംഗ്വേജസ് ഉപയോഗിക്കുന്നുണ്ട്. സ്വന്തമായ ഒരു ലാംഗ്വേജ് സ്വിറ്റ്സർലാൻഡിന് ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അത്ര ആപ്റ്റല്ല, അവർക്ക് അത്ര പോരാ. അതാണ് ഇവിടുത്തെ മെയിൻ അടുത്തൊരു പ്രോബ്ലം. നമുക്കിപ്പോൾ ജോബിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് അറിയുമെന്ന് വെച്ച് ജോബുകളെല്ലാം നമുക്ക് ആക്സസിബിൾ അല്ല. വളരെ റെയറായിട്ട് മാത്രമാണ് നമുക്കിവിടെ ജോബ്സിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണാറ്. ഇപ്പോൾ ഈവൻ ജോബിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലാണെങ്കിൽ പോലും അവർക്ക് ലാംഗ്വേജ് മസ്റ്റാണ്. ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ് എല്ലാ അഡ്വർടൈസ്മെൻറ്റുകളിലും. നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ കാര്യമില്ല. അത് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. മറ്റുള്ള രാജ്യക്കാർ ഇവിടെ വന്നിട്ട് ജോബ് അന്വേഷിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ജോബ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇവിടെ നോൺ യൂറോപ്യൻസിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെ പൊതുവെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിപ്പോൾ സൈറ്റ്സിലാണെങ്കിൽ പോലും നോൺ യൂറോപ്യൻസിന് ഒരു ഓപ്ഷനും കാണാറില്ല. എല്ലാം അവർ പ്രിഫർ ചെയ്യുന്നത് യൂറോപ്യൻസിന്, ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൻസിന്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട സിറ്റിസൻസിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നോൺ യൂറോപ്യൻസിനെ അവർ പ്രിഫർ ചെയ്യുന്നത് വളരെ കുറവാണ്. വളരെ വിരളമായിട്ട് മാത്രമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇതും ഒരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി എനിക്ക് സ്വിറ്റ്സർലാൻഡിൻ്റെ. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ രാജ്യം വളരെ നല്ലതാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇവിടെയും ഉണ്ട്. എന്നിരുന്നാലും ചില കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇവിടെ പങ്കുവെച്ചത്. ഇനിയും പല അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും. അത് വിട്ടുപോയ പലതും ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തിയാൽ മതി. അതുപോലെ വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുത്തെ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പുതിയ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.